നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. ഒരച്ഛനെ കൊല്ലാൻ 2 ആൺമക്കൾ ചേർന്ന് കൊട്ടേഷൻ നൽകുകയാണ് 5 ലക്ഷം രൂപയ്ക്ക്. ആ ആൺമക്കൾ തന്നെ മരിച്ച അച്ഛന്റെ ആ കൊലപാതകത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. അതിൽ FIR ഇട്ടു. പക്ഷേ ഒടുവിൽ പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ അത് ആൺമക്കളുടെ പരിപാടിയാണെന്ന് വ്യക്തമാകുന്നു. ഇത്തരം നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് വിളിച്ചു വീശുകയാണ് 20th അവർ. സ്വാഗതം. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ കൊല്ലാൻ മക്കളുടെ കൊട്ടേഷൻ. ഷൂട്ടർമാരിൽ ഒരാൾ പിടിയിൽ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് സംഭവം. ബൈക്കിലെത്തി വെടിയുതിർത്തു 2 പേർ. അതിലൊരാളാണ് പിടിയിലായത്. ഈ സംഭവം നടക്കുന്നത് ഡിസംബർ 26-ാം തീയതിയാണ്. ലോണി എന്ന സ്ഥലത്തിന് സമീപം അശോക് വിഹാർ, അവിടെയാണ് ഈ വെടിവെപ്പ് സംഭവിക്കുന്നത്. മരിച്ചത് 58 വയസ്സുകാരനായിട്ടുള്ള റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ യോഗേഷ് കുമാർ. ഉച്ചകഴിഞ്ഞ സമയമാണ്. ബൈക്കിൽ ഇവർ 2 പേരെത്തുന്നു, വെടിയുതിർക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ യോഗേഷിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 5 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ ഏറ്റെടുത്തതാണ് അവർ. കൊട്ടേഷൻ നൽകിയത് മരിച്ച യോഗേഷിന്റെ 2 ആൺമക്കൾ. 2 പേരും ഇപ്പോൾ ഒളിവിലാണ്. ജൂലൈ 31-ാം തീയതിയായിരുന്നു യോഗേഷിന്റെ റിട്ടയർമെന്റ്. കൊലപാതകത്തിന് പിന്നാലെ യോഗേഷിന്റെ 28 വയസ്സുള്ള മകൻ നിതേഷ് കുമാർ എന്നാണ് അയാളുടെ പേര്, പോലീസിനെ സമീപിച്ചു പരാതിയുമായി. പോലീസ് FIR ഇട്ടു. അന്വേഷണത്തിനൊടുവിൽ അയൽവാസിയായിട്ടുള്ള 32-കാരൻ അരവിന്ദ് സിംഗിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. നവീൻ കുമാർ എന്ന പോലീസ് കോൺസ്റ്റബിളാണ് ആ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഷൂട്ടർമാരായെത്തിയ 2 പേരിൽ രണ്ടാമൻ. അരവിന്ദ് സിംഗിന്റെ ഭാര്യ സഹോദരനാണ് ഈ പറയുന്ന കോൺസ്റ്റബിൾ നവീൻ. കൗശംബി ജില്ലയിൽ പോസ്റ്റിംഗ് ഉള്ള പോലീസ് കോൺസ്റ്റബിൾ. പരാതിക്കാരനായിട്ടുള്ള നിതേഷ് കുമാർ, ഇളയ സഹോദരൻ ഗുഡ്ഡുകുമാർ, ഈ 2 പേരും ചേർന്നാണ് ഈ കൊട്ടേഷൻ നൽകിയത് സ്വന്തം അച്ഛനെ കൊല്ലാൻ. എന്തായിരിക്കും സ്വന്തം അച്ഛനെ കൊല്ലാനുള്ള കാരണം? അതിലേക്കാണ് വരുന്നത്. ഗുരുഗ്രാമിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് ചേട്ടൻ നിതേഷ് കുമാർ. ഗുഡ്ഡുകുമാർ ഇളയവൻ ഡൽഹിയിൽ തന്നെ ജോലി ചെയ്യുന്നു. 2 പേർക്കും പരമാവധി 20,000 രൂപ വരെയാണ് ശമ്പളമെന്ന് പോലീസ് കണ്ടെത്തി. ഈ സമയമാണ് ഒരു വ്യോമസേന റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ വരുമാനവും സാലറിയും ഒക്കെ ഊഹിക്കാമല്ലോ. അച്ഛനോട് വലിയ ദേഷ്യത്തിലായിരുന്നു 2 പേരും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഈ 2 ആൺമക്കളോടും സ്ഥിരമായി ആവശ്യപ്പെടുമായിരുന്നു മരിച്ച യോഗേഷ്. യോഗേഷിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, വീട് വിൽക്കണം. അപ്പോൾ ഈ 2 ആൺമക്കളെയും ഇറക്കി വിട്ടാൽ മാത്രമേ വീട് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. വീട്ടിലേക്ക് ഒരിക്കൽ പോലും പണം നൽകിയിരുന്നില്ല യോഗേഷ്. വീട്ടു ചെലവുകൾ നോക്കുകയില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി. അതായത് ഡൽഹിയിലെ പശ്ചിം വിഹാറിൽ അവിടെ ഒരു 42-കാരിയോടൊപ്പം ചേർന്ന് ഒരു വീട് വാങ്ങിയിട്ടുണ്ട് ഈ മരിച്ച യോഗേഷ്. അങ്ങനെ വീട്ടുകാരും നോക്കാത്ത മറ്റൊരു സ്ത്രീക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ നടക്കുന്ന അച്ഛനെ കൊല്ലാൻ പ്ലാനിട്ടു ഈ 2 ആൺമക്കൾ. അങ്ങനെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള അരവിന്ദിനെ ആ 2 ആൺമക്കളും ചേർന്ന് സമീപിക്കുന്നതെന്ന് പോലീസ് പറയും. इनके दोनों बेटों से मिलकर जो इस साजिश की गई और उसके बाद उसने इस घटना को अंजाम देने के लिए अपने बहनोई को साथ में लिया और दिनांक 26/12/25 को एक हीरो एक्सट्रीम बाइक पर उसने
हाईवे के किनारे इस घटना को अंजाम दिया था। और भी पूछताछ करने पर यह ज्ञात हुआ कि मृतक के बड़े बेटे के साथ नाई की दुकान पर इस घटना को अंजाम देने की साजिश हुई थी और दूसरे छोटे बेटे गुड्डू के साथ इस घटना को अंजाम देने के लिए मृतक की छत पर ही साजिश की गई थी। उसकी वजह जो यह निकल के आई है कि मृतक से उनके दोनों बेटे और घर वाले परेशान थे। मृतक अपने बेटों से और परिवार से घर को खाली करवाना चाहता था और इस वजह से आपस में हमेशा कसीदगी बनी रहती थी, जिसकी बात पड़ोसी अरविंद से उनके बेटे परिवार वालों ने साझा की थी। उसके बाद से ही यह योजना बनी थी, जिसके लिए 5 लाख रुपए की लालच अरविंद को दी गई थी और फिर उसके बाद उसने इस घटना में अपने बहनोई नवीन को भी शामिल किया था। 5 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ പോലീസ് വ്യക്തമായി പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകും മുമ്പേ തന്നെ ബരാരി ഗ്രാമത്തിൽ 7 പേരുടെ കൊലപാതകത്തിൽ പങ്കുചേർന്ന ആളാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത അരവിന്ദ്. പോലീസ് പറയുന്നത് പ്രകാരം കൊലപാതകത്തിന് 10 ദിവസം മുമ്പാണ് യോഗേഷിന്റെ മക്കൾ ഗൂഢാലോചന തുടങ്ങുന്നത്. കൊട്ടേഷൻ ഏൽപ്പിച്ചവരുമായി 2 തവണ കൂടിക്കാഴ്ചയും ഇവർ നടത്തി. പോലീസ് കോൺസ്റ്റബിളായിട്ടുള്ള നവീനാണ് അന്ന് ആ കൃത്യം നടക്കുമ്പോൾ ബൈക്ക് ഓടിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള അരവിന്ദ് പിന്നിൽ. കൂട്ടുകാരൻ്റെ ബൈക്ക് അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നായിരുന്നു ഈ കൊട്ടേഷൻ. കൊല്ലപ്പെട്ട യോഗേഷിന്റെ അടുത്തേക്ക് ആ ബൈക്ക് എത്തുമ്പോൾ ഇരുമ്പ് വടി കൊണ്ട് അരവിന്ദ് ആദ്യം അടിക്കുകയാണ്. പിന്നാലെ തലയ്ക്ക് നേരെ വെടിവെച്ചു. രണ്ടാമത് വെടിയുതിർത്തത് കോൺസ്റ്റബിളായിട്ടുള്ള നവീനാണ്. പിന്നീട് ഇയാൾ ഏതാണ്ട് മരിച്ചു എന്ന നിഗമനത്തിൽ അവർ ബൈക്ക് എടുത്ത് പോകുന്നു. വിജനമായ സ്ഥലത്ത് ആ ബൈക്ക് ഉപേക്ഷിച്ച് 2 പേരും ഒളിവിലേക്ക് പോവുകയാണ്. CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ഒരു പൊട്ടിയ ടെയിൽ ലാമ്പുള്ള ബൈക്കാണ് ഈ കൃത്യം നടത്താൻ ആ 2 അംഗ സംഘം എത്തിയത് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയത്. അങ്ങനെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പൊട്ടിയ ടെയിൽ ലാമ്പുള്ള ബൈക്ക് തേടി അവർ നടന്നു. പോലീസിനൊടുവിൽ ആ ബൈക്കിന്റെ ഉടമയെ കണ്ടെത്താൻ സാധിച്ചു. गोली दोनों बाइक सवारों के द्वारा एक तमंचे से एक गोली फायर की गई थी और उनके सिर में गोली लगी थी, जिसके कारण उनकी मृत्यु हुई थी। और जैसा कि CCTV फुटेजेस से और भी जानकारी करने से संज्ञान में आई कि उसके बाद ये उस हीरो एक्सट्रीम बाइक जो है उसे फरार हुए। फिर एक सुनसान जगह पर जाके इन्होंने कपड़े बदले और वहाँ से दूसरी बाइक से फरार हो गए थे। अरविंद के अलावा वांछित नवीन है जो कि बहनोई है और दोनों बेटे मृतक के गुड्डू एवं नितेश दोनों ही वांछित है। कितने दिनों पूर्व जैसा कि मैंने बताया कि जो कि मृतक के छत पे ही छोटे बेटे गुड्डू के साथ करीब 1 हफ्ता पहले और करीब 2 दिन पहले भी इसकी योजना बनी थी और नाई की दुकान पर बड़े बेटे के साथ 1 दिन पहले योजना बनाई गई थी। അരവിന്ദാണ് ആദ്യം പിടിയിലാവുന്നത്. അരവിന്ദ് അറസ്റ്റിലായതോടെ നവീനും യോഗേഷിന്റെ 2 ആൺമക്കളും സ്ഥലത്ത് നിന്ന് മുങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പിടിയിലായ അരവിന്ദിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തടലും സ്വന്തം അച്ഛനെ കൊല്ലാൻ 2 ആൺമക്കൾ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ക്രിമിനൽ സ്വഭാവമുള്ള കഥയാണ് 24 അവറിൽ ആദ്യം കണ്ടത്. ബലാത്സംഗത്തിന് ശേഷം കൊന്നു തള്ളി തിരിച്ചറിയാതിരിക്കാൻ മുഖം വികൃതമാക്കി സ്ത്രീയെ കണ്ടെത്താൻ പോലീസ് ആശ്രയിച്ചത് AI സാങ്കേതിക വിദ്യയെ.
മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ കഴിഞ്ഞ ദിവസം നടന്ന കഥയാണിത്. കഥയല്ല, സംഭവം. ഡിസംബർ 29-ാം തീയതി കതാരെ ഫാം ഹൗസ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു സ്ത്രീയുടെ അർദ്ധനഗ്നമായിട്ടുള്ള മൃതദേഹം കണ്ടെത്തുകയാണ്. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം എന്തോ ഭാരമുള്ള വസ്തു കൊണ്ട്, കല്ലുകൊണ്ട് എന്നാണ് നിഗമനം. ഇതുകൊണ്ട് ഇടിച്ച ആ മുഖം വികൃതമാക്കിയിരിക്കുന്നു. ഗോളാക്ക മന്ദിർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന സംഭവമാണ്. 3 ദിവസങ്ങൾ പിന്നിട്ടു, എന്നിട്ടും സ്ത്രീയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ മറ്റൊരു വഴി തേടാൻ നിർബന്ധിതരായ പോലീസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി. അങ്ങനെ ആ സ്ത്രീയുടെ ശേഷിച്ച മുഖത്തിന്റെ ഷേപ്പ് കൊണ്ട് ഒരു മുഖം വരച്ചെടുത്തു പോലീസ്. ജീവനോടെ ഉണ്ടെങ്കിൽ ആ സ്ത്രീ എങ്ങനെയായിരിക്കും ഇരിക്കുക എന്നുള്ളതായിരുന്നു എയോടുള്ള ചോദ്യം. അങ്ങനെ കിട്ടിയ ആ മുഖം നോട്ടീസിൽ പതിപ്പിച്ച് ആ നോട്ടീസ് ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ്. ഏത് വിധേനയും ആ നോട്ടീസ് ആളുകളിലേക്കെത്തി ഈ സ്ത്രീയെ കണ്ടെത്താമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. एवं महिला का पोस्टमार्टम होने के अलावा हमने उसके पोस्टर्स भी बनवाए हैं एवं फेस का जो है एआई टेक्नोलॉजी के द्वारा उसमें फेस का रिकंस्ट्रक्शन कराया गया है। उससे हमने एक फोटो बनाया है कि महिला जब वह जीवित होगी तो किस प्रकार से दिखती होगी। उसके पोस्टर्स जो है जगह जगह लगाए जा रहे हैं। अभी हमारा मेले में भी सर्वे चल रहा है, जहाँ मेले मैदान में अगर आप देखेंगे तो उसके पोस्टर्स जगह जगह लगे हुए हैं ताकि उसकी शिनाख्त जल्दी हो जाए। एवं सोशल मीडिया में भी हम है फोटोज एवं पोस्टर्स देंगे और आमजन जो ग्वालियर है उनको बताना चाहेंगे कि अगर कोई भी महिला के बारे में सूचना देता है तो उस पर उसको 10,000 का नकद इनाम भी दिया जाएगा. ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തി എന്നതാണ് പോലീസിന്റെ സംശയം. മുഖത്ത് ഗുരുതരമായ പരിക്കേറ്റു എന്നുള്ളത് അത് പരിക്കേൽപ്പിച്ചതാണ് എന്നും സംശയിക്കുന്നു. എന്നാലും കല്ലുകൊണ്ട് പലതവണ അടിച്ചു എന്നാണ് ആദ്യ നിഗമനം. ഈ സ്ത്രീ വിവാഹിതയാണ് എന്നാണ് കണ്ടെത്തൽ. കയ്യിൽ ഇവിടെ പപ്പു എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. ഈ സൂചനകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പോലീസ് സ്ത്രീയെ കണ്ടെത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. यह सिर्फ पोस्टमार्टम की डिटेल्ड रिपोर्ट एवं डीएनए की रिपोर्ट के बाद में ही बताया जा सकेगा कि महिला के साथ दुष्कर्म हुआ था कि नहीं, परंतु यह डॉक्टर्स ने हमें जरूर बताया कि महिला की हत्या हुई है एवं एक भारी वजनदार वस्तु उसके सिर पर दे मारी गई है जिसकी वजह से उसकी हत्या हुई है. महिला विवाहिता है और एवं मेडिकल रिपोर्ट में भी आया है कि महिला के मल्टीपल बच्चे हैं. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഈ സ്ത്രീ 2 കുട്ടികളെങ്കിലും പ്രസവിച്ച മാതാവാണെന്നാണ്. എന്താണെങ്കിലും ഭാരമുള്ള കല്ലുപോലെയുള്ള ഒരു വസ്തു കൊണ്ട് അടിച്ചു കൊന്നതാണെന്നും ആദ്യ റിപ്പോർട്ടിൽ പറയുന്നു. തിരിച്ചറിയുന്നവർക്കായി 10,000 രൂപയുടെ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസ്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ജോലി കഴിഞ്ഞു മടങ്ങിയ യുവതിയെ ഉപദ്രവിക്കാൻ ഒരു ശ്രമം നടത്തി. പിടിയിലായതോ ഒരു 19-കാരനാണ്. ആറ്റിങ്ങൽ ചാത്തൻപാറയിൽ നടന്ന സംഭവമാണ്. വൈകിട്ട് ഏതാണ്ട് 7:30 മണി സമയം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയായിരുന്നു ആ യുവതി. ആലങ്കോട് തെഞ്ചേരിക്കോണം ഞാറള വീട്ടിൽ അസറുദ്ദീൻ എന്ന 19-കാരൻ
അയാളാണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്. യുവതിയെ പ്രതി പിന്തുടർന്നു. എന്നിട്ട് ഒരാളൊഴിഞ്ഞ ഭാഗമെത്തിയപ്പോൾ ഉപദ്രവിക്കുകയായിരുന്നു. സംഭവം കഴിഞ്ഞ് പ്രതി ഓടി രക്ഷപ്പെട്ടു. ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമായിരുന്നു അത്. പോലീസ് മറ്റു ചില തിരക്കുകളാണ് എന്നുള്ള ധാരണയിലാകാം അന്ന് ഇത്തരമൊരു സംഭവം ഇയാൾ ചെയ്തത് എന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട്. ഡിസംബർ മാസം 13-ാം തീയതി വൈകുന്നേരം 7:30 മണിക്ക് ചാത്തമ്പാറ ജംഗ്ഷനിൽ നിന്ന് നടന്ന് ഈ വഴിയിൽ വന്ന് വീട്ടിലേക്ക് പോകുമായിരുന്ന സ്ത്രീയെ പിന്തുടർന്ന് വന്ന് പിടികൂടിയ പ്രതിയെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ രാത്രി 7:30 മണിയോടുകൂടി ജോലി കഴിഞ്ഞ് ചാത്തമ്പാറ ജംഗ്ഷനിൽ ഇറങ്ങി നടന്നു വന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചാത്തമ്പാറ ജംഗ്ഷൻ മുതൽ തന്നെ പുറകെ വന്ന് ആളൊഴിഞ്ഞ ഈ സ്ഥലത്തെത്തിയ സമയം ഈ സ്ത്രീയെ കടന്ന് പിടിക്കുകയാണ് ചെയ്തത്. ഇത് ഈ നാട്ടിലാകെ ഒരു ഭീതി ഉണ്ടാക്കിയ സംഭവമാണ്. ഈ കേസിലെ പ്രതിയും പെരുങ്കുളത്തുള്ള 19 വയസ്സുള്ള അസറുദ്ദീനെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ SHO അജയൻ ജയയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു അന്വേഷണം. സംഭവ സ്ഥലത്തിന് സമീപമുള്ള 50-ലധികം CCTV ദൃശ്യങ്ങൾ പോലീസ് കാര്യക്ഷമമായി പരിശോധിച്ചു. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ട 15-ലധികം വാഹനങ്ങളും 10-ലേറെ വ്യക്തികളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അതായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ ഒരു രീതി. ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ആറ്റിങ്ങൽ പോലീസ് ആറ്റിങ്ങൽ SHO അജയന്റെ നേതൃത്വത്തിൽ SI ജിഷ്ണുവിൻ്റെയും SI സിതാരയുടെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേകമായ ഒരു ടീം രൂപീകരിക്കുകയും ആ ടീമിൻ്റെ പ്രവർത്തന ഫലമായി നിരവധി ആളുകളെ കണ്ടുചോദിക്കുകയും ഈ വഴിയിൽ എത്താൻ സാധ്യതയുള്ള ആളുകളെയും സംശയകരമായ ആളുകളെ ഒരുപാട് ആളുകളെ വെരിഫൈ ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും നിരവധി 60-ൽ പരം CCTV ക്യാമറകൾ വളരെ അധിക സമയം വെരിഫൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ പ്രതിയും ഇയാളുടെ കൂട്ടാളികളും ഒക്കെ ചേർന്ന് ഇയാളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ചാത്തമ്പാറ ജംഗ്ഷനിൽ വന്നിറങ്ങിയതിന് ശേഷം ഈ വഴിയിലൂടെ വന്ന് വഴിയിൽ കാണപ്പെട്ട ഈ സ്ത്രീയെ പിന്തുടർന്ന് വന്നിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഇയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ചാത്തമ്പാറയിലേക്ക് തിരിച്ചു പോകാതെ ഈ കൃത്യത്തിന് ശേഷം മറ്റൊരു ഇടവഴി കൂടെ പോയി ആലങ്കോട് ജംഗ്ഷനിൽ എത്തിയിട്ടാണ് ഇയാൾ വീട്ടിലേക്ക് പോയത്. ഒരു കാരണവശാലും പിടിക്കപ്പെടില്ല അല്ലെങ്കിൽ പിടിക്കപ്പെടാൻ പാടില്ല എന്ന് കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ച് ചാത്തമ്പാറയിലേക്ക് പോകാതെ ഇടവഴി വഴി ആലങ്കോട് ചെന്ന് വീട്ടിലേക്ക് പോയത്. ഈ പ്രതിയെ ഇതിലേക്ക് പരിക്കുപറ്റിയ സ്ത്രീ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീ എന്നാണെങ്കിലും ഈ അസറുദ്ദീനെ കണ്ട് തിരിച്ചറിഞ്ഞു എന്നാണെങ്കിലും കോടതിയിൽ ഹാജരാക്കിയ അസറുദ്ദീനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംശയത്തിലാണ് പോലീസ്. മാത്രമല്ല, ലഹരി എന്ന് പറയുമ്പോൾ ലഹരി സംഘങ്ങളുമായുള്ള ബന്ധവും പോലീസ് അന്വേഷിക്കുമെന്നുള്ള സൂചന നൽകുന്നു. തുടരും ഇടവേളയ്ക്ക് ശേഷം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. തുടരുകയാണ്. പത്തനംതിട്ടയിൽ ന്യൂ ഇയർ ആഘോഷത്തിനിടെ പോലീസിന്റെ അതിക്രമം എന്ന് പരാതി. DJ-യുടെ ലാപ്ടോപ്പ് തകർത്തുവെന്നും ആക്ഷേപം.
പുതുവത്സര രാവിലെ ഏതാണ്ട് പുലർച്ചെ 1:15 കൂടിയാണ് ഈ സംഭവം. ആഘോഷത്തിനിടയിൽ പോലീസ് DJ കലാകാരനെ മർദ്ദിക്കുകയും ആ ലാപ്ടോപ്പ് തകർക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഏറെക്കുറെ ദൃശ്യങ്ങൾ കാണാനും സാധിക്കുന്നുണ്ട്. DJ കലാകാരൻ, അദ്ദേഹത്തിന്റെ പേര് അഭിറാം സുന്ദർ എന്നാണ്. അദ്ദേഹത്തിന്റെ പരിപാടി നടക്കുന്നതിനിടയിലായിരുന്നു പോലീസിന്റെ ഇടപെടൽ. സംഘാടകരും പോലീസും തമ്മിൽ ആദ്യം ഒരു വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായി. തുടർന്നുള്ള സംഘർഷത്തിലാണ് പരിപാടിക്ക് ഉപയോഗിക്കുന്ന ഏതാണ്ട് 1 ലക്ഷം രൂപ വിലയുള്ള ലാപ്ടോപ്പ് പോലീസ് തകർക്കുന്നത്, ബലമായി മാറ്റുന്നത്. ഈ വിഷയത്തിൽ പോലീസ് പറയുന്നത് പക്ഷേ മറ്റൊന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏതാണ്ട് 1:15 മണി സമയത്താണ് ഈ സംഭവം എന്നാണ് പറയപ്പെടുന്നത്. രാത്രി 12 മണി വരെ മാത്രമാണ് ഗാനമേള നടത്താനുള്ള അനുമതി നൽകിയിരുന്നതെന്ന് പോലീസ് പറയുന്നു. പരിപാടി നിർത്തണമെന്ന് പോലീസ് പലതവണ ആവശ്യപ്പെട്ടു, പക്ഷേ അപ്പോഴും അത് തുടർന്നു. ഇതാണ് സംഘർഷത്തിന് കാരണമായത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. മാത്രമല്ല, DJ നടത്താൻ അനുമതി ഇല്ലായിരുന്നുവെന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. എന്നാലും സംഭവം അത് വലിയ വിവാദമായിട്ടുണ്ട്. DGP ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇക്കാര്യം ചോദിച്ചപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ് മറുപടി നൽകിയത്. എന്താണ് നടന്നതെന്ന് പരിശോധിക്കുമെന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ഉചിതമായ നടപടിയെടുക്കുമെന്നും DGP. അത് ആവശ്യമുള്ള ഇതിലെല്ലാം ക്രിമിനൽ എൻക്വയറി എടുത്തിട്ട് മുൻപോട്ട് നടപടി സ്വീകരിക്കാൻ പോകുന്നതാണ്. നമുക്ക് പുതുവർഷമായിട്ട് ഇത് ആൾമോസ്റ്റ് മോർ ദാൻ 1000 പ്രോഗ്രാംസ് സംസ്ഥാനം വരെ ഉണ്ടായിരുന്നു. പോലീസ് എല്ലാ ഭാഗത്തിലും കൂടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 സംഘങ്ങളിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അതിൽ എൻക്വയറി എടുത്തിട്ട് ആവശ്യം നടപടി സ്വീകരിക്കാൻ പോകുന്നത്. പോലീസ് ആ ലാപ്ടോപ്പ് ബലമായി വാങ്ങിയതും അത് ഒരു തകർക്കുന്ന മട്ടിൽ അത് കൈകാര്യം ചെയ്തുമൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ വിവാദമായത്. പ്രത്യേകിച്ചും പോലീസിന്റെ നടപടികൾ വലിയ തോതിൽ വിമർശന വിധേയമാവുന്ന കാലഘട്ടമാണ്. എന്തും സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്നെത്തുന്ന സമയമാണ്. ഇതൊന്നും ആലോചിക്കാതെ പോലീസ് നടത്തുന്ന ഈ രീതികളുണ്ടല്ലോ. ഒരു തരത്തിലും പോലീസ് പറയുന്നത് പോലെ 1 മണിക്ക് ശേഷം അത് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ സംഘാടകരുടെ ഭാഗത്തും വീഴ്ചയുണ്ട് എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു 24. പറവൂരിൽ യുവതി പ്രസവത്തിനിടെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ആശുപത്രിയുടെ അനാസ്ഥയാണെന്നാണ് ഒരു കുടുംബത്തിന്റെ പരാതി. പക്ഷേ അങ്ങനെയല്ല എന്നും കുടുംബം ആശുപത്രി അധികൃതർ പറയുന്നു. എന്താണ് സംഭവിച്ചത്? പറവൂർ പട്ടണം സ്വദേശി കാവ്യമോളാണ് മരിച്ചത്. മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിക്കുകയാണ് കുടുംബം. ആരോഗ്യമന്ത്രി വീണ ജോർജിനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകുമെന്നാണ് കുടുംബം വ്യക്തമാകുന്നത്. പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെയാണ് ഇവരുടെ പരാതി. പ്രസവ ചികിത്സയ്ക്കിടെ അമിത രക്തസ്രാവമുണ്ടായതാണ് ഈ അപകടം സംഭവിക്കാൻ കാരണം, ദുരന്തം സംഭവിക്കാൻ കാരണമെന്ന് പറയുന്നു. പക്ഷെ അത് രക്തസ്രാവമുണ്ടായ കാര്യം കുടുംബത്തെ അറിയിക്കാൻ വൈകിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുകയാണ്. 23-ാം തീയതി 2ാമത്തെ പ്രസവത്തിനായിട്ടാണ് കാവ്യമോളെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 24-ാം തീയതി കാവ്യ പ്രസവിച്ചു. പ്രസവത്തിനു പിന്നാലെ കാവ്യയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടാവുകയാണ്. രക്തസ്രാവം തടയാൻ ഗർഭപാത്രം നീക്കം ചെയ്തുവെങ്കിലും ആരോഗ്യനില അത് കൂടുതൽ വഷളായി. വൈകിട്ട് 4 മണിയോടുകൂടി ഈ യുവതിക്ക് ഹൃദയാഘാതം സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്ന് ബുധനാഴ്ച മരണം സംഭവിച്ചു. ചികിത്സാ ഘട്ടത്തിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായെന്നാണ് കാവ്യയുടെ പിതൃ സഹോദരൻ രമേശൻ ആരോപിച്ചത്. ഞങ്ങൾക്ക് കൃത്യസമയത്ത് കുട്ടി
ഫാമിലിക്ക് വേണ്ടതായ എന്താണ് അവരുടെ അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നോ അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവരവിടെ വെച്ച് കുട്ടിയെ ചികിത്സിച്ച് വഷളാക്കി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. 1-2 പ്രാവശ്യം ഞങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് പോലും നിരീക്ഷണത്തിലാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് ഈ അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടിയത്. അതായത് ഈ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, അവിടെയും ഒരു പ്രശ്നമുണ്ടായി. ആംബുലൻസ് എത്താൻ ഒരുപാട് വൈകി എന്നുള്ള ആരോപണമുണ്ട്. മണിക്കൂറുകൾ വൈകിയാണ് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് എത്തിയത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാവ്യയുടെ ആരോഗ്യസ്ഥിതി വഷളാണെന്ന വിവരം കൃത്യസമയത്ത് ബന്ധുക്കളെ അറിയിച്ചിട്ടില്ലെന്നും ഇനി മാറ്റണോ വേണ്ടയോ എന്ന് പലതവണ ചോദിച്ചിട്ടും അതിലൊരു മറുപടി ഡോൺ ബോസ്കോ നൽകിയില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിഷേധിക്കുകയാണ് ആശുപത്രി സൂപ്രണ്ട്. അപൂർവമായി കാണുന്ന ഒരവസ്ഥ. പ്രസവ സമയത്ത് ഇത്തരത്തിൽ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ബന്ധുക്കളെ അറിയിച്ചു എന്നാണ് അവർ പറയുന്നത്. നമ്മൾ വെന്റിലേറ്ററിൽ തന്നെ തുടരേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അത് കാരണം ഈ അത്രയും രക്തം പോയതുകൊണ്ട് ഓക്സിജന്റെ ലെവൽ നിർത്തി വെന്റിലേറ്ററിൽ നമ്മുടെ ഇവിടുത്തെ തന്നെ ICUയിലേക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്. തിയേറ്ററിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന കാര്യം സംസാരിച്ചപ്പോൾ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞു തന്നാൽ ഇതിനേക്കാളും സൗകര്യമുള്ള ഏതെങ്കിലും വലിയൊരു ആശുപത്രിയിലേക്ക് ആസ്റ്റർ മെഡിസിനിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തു. നമ്മൾ അത് അംഗീകരിച്ചു. അപ്പോൾ അങ്ങനെ ആണ് രോഗിയെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് 24-ാം തീയതി വൈകിട്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതം നഷ്ടമായി. അതിൽ അമിത രക്തസ്രാവമാണ് മരണകാരണമായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വടക്കേറെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കാവ്യയുടെ മരണവിവരം പുറത്തു വന്നതോടുകൂടി വലിയ പ്രതിഷേധവും ആ പരിസരത്തുണ്ടാവുകയും ചെയ്തു. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവജന സംഘടന ഉൾപ്പെടെ അവിടെ പ്രതിഷേധം നടത്തിയത്. എന്താണെങ്കിലും ആ കുടുംബത്തിനാണ് തീരാനഷ്ടം. അങ്ങനൊരു അലംഭാവം, വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തുണ്ടായെങ്കിൽ നിശ്ചയമായും അത് കൃത്യമായി അന്വേഷിക്കപ്പെടണം, കൃത്യമായി അത് കണ്ടെത്തുകയും. 24 അവറിന്റെ സമയോടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20 മണിക്കൂറിൽ. നമസ്കാരം.